ഇന്ന് സ്കൂളുള്ള ദിവസമായതുകൊണ്ട് രാവിലെ എണീറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു. നിങ്ങൾ വിചാരിക്കും ഇത് ആരെങ്കിലും ഇട്ട് വെച്ചിട്ട് ഞാനെടുത്ത് കുടിക്കുക. നല്ല ഗൈസ്, ഞാൻ തന്നെ ഇട്ടിട്ട് ഞാൻ തന്നെ കുടിക്കുകയാണ്. രാവിലത്തെ വെയിൽ കണ്ടുകൊണ്ട് മുറ്റം തൂക്കാനായിട്ട് ഇറങ്ങിയതാണ്. അന്നേരത്തേക്കും നോക്കുമ്പോൾ നല്ലപോലെ പോച്ച കിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം പറിച്ച് തൂത്തുകൊണ്ട് പകുതി ആയപ്പോഴത്തേക്കും മഴ പെയ്തു. പിന്നെ ഞാൻ അതിട്ടിട്ട് അകത്ത് കയറിയപ്പം നമ്മുടെ മണി പ്ലാന്റ് ഉണങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിന് കുറച്ച് വെള്ളം ഒഴിച്ചു. പിന്നെ പെരയ്ക്കകം ഫുള്ള് തൂത്തു. കുറച്ച് കഴിഞ്ഞപ്പം തുണി മടക്കാനുണ്ടായിരുന്നു, അതെല്ലാം മടക്കി വെച്ചു. പിന്നെ കുഞ്ഞിന് സ്കൂളിൽ പോകുന്നതുകൊണ്ട് അവനെ ചെന്ന് രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആളൊരു തരത്തിൽ എണീക്കുന്നില്ല. അപ്പം മഴ മാറി. പിന്നെ ഞാൻ പിന്നെയും പോയി മുറ്റം തൂത്തുകൊണ്ട് ഇന്നപ്പോൾ ഗേറ്റിൽ നല്ല കൊട്ടി. അങ്ങനെ ഞാൻ ചെന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ തൊഴിലുറപ്പ് ചേച്ചിമാരായിരുന്നു. ഞാനങ്ങനെ ഗേറ്റൊക്കെ തുറന്നു കൊടുത്തു. നമ്മുടെ അപ്പുറത്ത് പോള വാരാനായിട്ട് വന്നതാണ്. അങ്ങനെ ഞാൻ ഷെസിമോനെ വിളിച്ചു. ഞങ്ങൾ വെളിയിലേക്ക് ചെന്നപ്പോഴത്തേക്ക് സിറ്റൗട്ടിൽ നിറയെ ചേച്ചിമാരിങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അടുക്കളയിൽ പോയിട്ട് കുഞ്ഞിന് ഫുഡൊക്കെ കൊടുത്തു. ഞാൻ വാരി കൊടുക്കുമായിരുന്നു. ആൾക്ക് കൊടുത്താൽ വേഗം കഴിക്കില്ല. പിന്നെ സ്കൂളിൽ പോകേണ്ടതായതുകൊണ്ട് ഞാൻ തന്നെ വാരി കൊടുത്തു. അങ്ങനെ മോൻ കുളിക്കെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പുറത്തോട്ട് വന്നപ്പോഴത്തേക്ക് ആൾ ഒരു സോപ്പ് ഫുള്ള് ബക്കറ്റിൽ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ്റെ നെറ്റിയിൽ ചെറിയ മുറിവുണ്ടായിരുന്നു. അതിന് ഞാൻ കുറച്ച് മരുന്നൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഞാനും റെഡിയായി. ഞങ്ങൾ സ്കൂളിലേക്ക് പോവുകയാണ്. ഞങ്ങളങ്ങനെ പോകാനിറങ്ങിയവൻ ചേച്ചിമാരെ വിളിച്ച് ടാറ്റയൊക്കെ പറഞ്ഞു. ഞങ്ങൾ നേരെ സ്കൂളിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒട്ടുമിക്ക പിള്ളേരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ അവനെ ക്ലാസ്സിൽ കൊണ്ടാക്കി. ഇന്ന് തൊഴിലുറപ്പ് ചേച്ചിമാരുള്ളതുകൊണ്ട് ഞാൻ പോകുന്നില്ല, എനിക്ക് കളിക്കാൻ കൂട്ടുകാരുണ്ടെന്നും പറഞ്ഞ് വാശി പിടിച്ചിരിക്കുമായിരുന്നു. പിന്നെ പറഞ്ഞ് കൊണ്ടുവന്നു. ക്ലാസ്സിൽ കൊണ്ടാക്കി ടെറ്റ ബൈ ബൈ പറഞ്ഞ് ഞാൻ ഇറങ്ങിയപ്പോഴത്തേക്കും സ്കൂളിൽ പ്രെയർ ചെല്ലുന്നുണ്ടായിരുന്നേ. പിന്നെ ഞാൻ അവിടെ കുറച്ച് നേരം നിന്നു. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി. അന്നേരത്തേക്കും പിന്നെ ഒരു വൃത്തിയാക്കുന്ന തോടൊക്കെ പോയി നോക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ടെലികോളിങ് ചെയ്യണമല്ലോ. പിന്നെ ഞാൻ ആ ജോലിയായിരുന്നു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കേട്ടോ.